വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രം സ്റ്റൈലായിട്ടുള്ള പുരംപോളി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് നമ്മൾ 250 ഗ്രാം കടലപ്പരിപ്പ് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒരു അരക്കപ്പ് വെള്ളം, ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് കുക്കറിൽ ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദ വേണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിലൊട്ടാത്ത വിധം നല്ലപോലെ ഈ പൂരി ബാറ്ററിനൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ മുകളിലൊന്ന് തടവി വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവി മാറിയിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഈ ബാറ്റർ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഈ പഞ്ചസാര പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി ആവും. സാരമില്ല, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി പരുവത്തിൽ കിട്ടും. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിനാണ് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടത്. നമുക്ക് കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കാം. ആ സമയത്തിന് നമ്മൾ എണ്ണയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു, ആ മാവ് നമുക്കെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മാവെടുത്ത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മയപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വുഡൻ ടോപ്പിലോട്ട് വെച്ച് നമുക്കൊന്ന് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോരോ ഇങ്ങനെ ബോൾ രൂപത്തിൽ എടുക്കണം. ചൂടുണ്ട്, അതുകൊണ്ട് എൻ്റെ കൈ പൊള്ളിയതാണ് അങ്ങനെയൊക്കെ. അപ്പം നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒരു ഉരുള വീതം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം, ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പരത്തി വെച്ചിരുന്ന മാവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡും നമ്മൾ ഒട്ടും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സൈഡും കൂടെ വെച്ചിട്ട് നല്ല ആ ഒരു വെളിയിൽ പോകാത്ത വിധം നല്ലപോലെ ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. പായസത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. അപ്പം ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടി, നമ്മൾ എടുത്തിരുന്ന പൊടി നമുക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കല്ലിലിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഈ പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്, പായസം അങ്ങനെ കഴിക്കുന്നതിലും കുറച്ച് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പം കൂടുതലും പേര് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമ്മളിത് പരത്തിയതിന് ശേഷം നമുക്കിനി കല്ലിലിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി.
നമ്മൾ കല്ല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര നല്ല ഒരു കടയിൽ നിന്ന് നമ്മൾ എത്രയോ കാശ് മുടക്കി വാങ്ങിക്കുന്നതിൽ എത്രയോ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. കണ്ടോ, ഉള്ളിൽ നല്ലൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അത്ര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ പൂരൻ ബോളി, അതായത് ട്രിവാൻഡ്രം സ്റ്റൈല് മഹാബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. എൻ്റെ കൈ ചൂടായതുകൊണ്ട് ചെറുതായിട്ട് കൈ പൊള്ളിപ്പോയി. അത്ര എനിക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയാൽ ഭയങ്കര എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഏത് പായസത്തിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.